കൊച്ചു പിള്ളേർക്ക് വരെ ചെയ്യാം. അരച്ചെടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവർ വൃത്തിയാക്കി തരും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചെറിയ പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. ഈ വിളക്കൊക്കെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി 2 വഴികൾ നോക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പേസ്റ്റും, രണ്ടാമത്തേത് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലിക്വിഡുമായിട്ടാണ് നോക്കുന്നത്. ഇതിലേതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് വീട്ടിലെ പൊടിക്കൈ ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ നാരങ്ങയും വാളംപുളിയും കുറച്ച് ഉപ്പും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതിന് വേണ്ടിയിട്ട് നാരങ്ങ നമ്മൾ അത്ര നല്ല നാരങ്ങ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തിളപ്പിച്ചൊക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇച്ചിരി വാടിയ നാരങ്ങ ആയാലും കുഴപ്പമില്ലേ, അപ്പോൾ വിലക്കുറവിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നാരങ്ങയും പുളിയും ഒക്കെ എടുക്കാം, ഉപ്പും ഒക്കെ. ഇത് നാച്ചുറൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് കെമിക്കലൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ പുളിയിലും നാരങ്ങയിലും സിട്രിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് കറയൊക്കെ പെട്ടെന്ന് പൊക്കോളുവേ. അപ്പം പുളിയും നാരങ്ങയും തേച്ച് കൊടുത്തിട്ട് ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കരുത്, കളർ വാങ്ങിപ്പോവേ, ഒരുമാതിരി കറുപ്പായി പോകും. അങ്ങനെ ഇട്ട് വെക്ക്. യാങ്കു അവിടെ എന്തോ ഇട്ട് അതിനെ അഴുക്കാക്കി വെച്ചതായി. ഇതിനകത്ത് നാരങ്ങയും പുളിയും എന്താ ഉപ്പും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്താലും കൈക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല. മറ്റ് കെമിക്കൽ സാധനങ്ങളാകുമ്പോഴത്തേക്കും കൈ പൊട്ടും, അങ്ങനെ പ്രശ്നങ്ങൾ. ഇളകുന്നുണ്ട് ഇളകുന്നുണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുകൂടെ ഒരു സ്ക്രബ്ബറും കൊണ്ട് നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകിയാൽ മതി, നല്ലപോലെ വൃത്തിയാകുമേ. അപ്പം ഇതൊന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ വിം ലിക്വിഡ് ഉണ്ടല്ലോ, അതും കൊണ്ടും കൂടെ ഒന്ന് കഴുകണേ. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് കാണിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വിം ലിക്വിഡോ എന്തെങ്കിലും സോപ്പും കൊണ്ട് ഒന്നുകൂടെ കഴുകിയില്ലെങ്കിൽ ചിലപ്പം അത് ക്ലാവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ക്ലാവ് വരുന്നതിനെ തടയാനായിട്ട് നമുക്കൊരു സോപ്പ് ഉപയോഗിച്ച് കഴുകാം. ഈ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഉണ്ടല്ലോ, അതും കൊണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന കറ നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കണം, വൃത്തിയുള്ള തുണി കൊണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പഴയൊരു കോട്ടൺ തുണിയാണ്, തലവണ കവർ. അതുകൊണ്ട് നല്ലപോലെ വൃത്തിയാക്കണം. ആ വെള്ളം അവിടെ കിടന്നാൽ ക്ലാവ് പിടിക്കുമേ. ഇനി നമുക്ക് രണ്ടാമത്തെ വഴി നോക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച ലിക്വിഡ്, ക്ലിനിക് ലിക്വിഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് പാത്രങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ നോക്കാം. അപ്പം ഇതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ക്ലിനിക് ലിക്വിഡ്. ഇതിൻ്റെ പരസ്യമൊന്നും പറയുമല്ല, നമ്മളിത് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഇതെങ്ങനെയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല, ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നതും ചെയ്യുന്നതും. ഇതിട്ട് ഒന്ന് കണ്ടപ്പം വാങ്ങിച്ചു നോക്കുവാണേ. അപ്പോൾ ഇതെന്ന് പറയാനായിട്ട് ഇതിന് വലിയ ഭയങ്കര കട്ടിയുള്ള മണവോ ഒന്നുമില്ല. ചില ലിക്വിഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തെ നമ്മുടെ പെരയ്ക്ക് മുകളിൽ വീടിനാകും ഫുള്ള് അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് 2-3 ദിവസത്തേക്കിന്. ഇതിനങ്ങനൊന്നുമില്ല, നമ്മുടെ ഒരു ഹാൻഡ് വാഷ് പോലത്തെ ഒരു സ്മെല്ലാണ്, ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ ഇതുകൂടത്തെ ഒരു സ്ക്രബ്ബറും കൊണ്ട് ഉരച്ചാൽ മതി, പാടൊന്നും വരത്തില്ല. ആ ഈ ഒരു അലൂമിനിയം ഇതുപോലത്തെ ഉണ്ടല്ലോ, കമ്പി പോലത്തെ, അതിട്ടുള്ളതൊന്നും ചെയ്യല്ലേ, ഉരച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴുവേ. സോഫ്റ്റായിട്ടുള്ള തുണിയോ സ്പോഞ്ചോ ഉപയോഗിച്ച് വേണം ഈ ലിക്വിഡ് ഇട്ട് നമ്മൾ തേച്ച് കഴുകാനായിട്ട്. അപ്പോൾ ഈ ഉരുളിക്കകത്ത് കാണുന്ന പാടൊന്നും പോകത്തില്ല, അത് നമ്മൾ വെള്ളം വെച്ച് അങ്ങനെ ഇരുന്ന് ആയിപ്പോയ പാടാണ്. ഈ ലിക്വിഡും കൊണ്ടും നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യാം. ഇതാണെങ്കിൽ നമ്മുടെ സാധാ പാത്രമൊക്കെ കഴുകുന്നതുകൊണ്ട് തന്നെ ഈ സ്ക്രബ്ബറും കൊണ്ട് തേച്ച് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകണം. അത് കഴിഞ്ഞ് നല്ല ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളും വിളക്കും ഒക്കെ ഒന്ന് നോക്കണേ. ഞങ്ങൾക്ക് കണ്ട കൂട്ട് തന്നെയാണോ, നിങ്ങൾക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കണേ. രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പുളിയും നാരങ്ങയിട്ട് കഴുകിയത് ഒന്നുകൂടെ നല്ല തിളക്കം തോന്നി. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കാനൊക്കെ പറ്റിയ ഒരു ലിക്വിഡാണ്. അത്ര സ്മെല്ലും ഒന്നുമില്ല, കൈക്കും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉണങ്ങിയ തുണിയിട്ട് അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു ചുമപ്പുണ്ട്, നിറമാണ്. ഇത് നല്ല ഒരു മഞ്ഞ കളറാണ്. പക്ഷെ ഇതിനാണ് ഒരു തിളക്ക കൂടുതലുള്ളത്.
ഇത് നമ്മൾ എന്താണ് പറയുക, ഇത് ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്തത്, ലിക്വിഡും കൊണ്ട് ചെയ്തു. ഇത് ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്തു. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നാരങ്ങായും പുളിയും ഉപ്പും ഇട്ട് ചൂടാക്കി എടുത്ത് അടിച്ചെടുത്തത്. ഇതിപ്പം ഇതിനകത്ത് തിളക്കം. ഇതിനാണ് തിളക്കം. നമ്മുടെ ഉരുളിയും കൂടെ കാണിക്കാം. Do you hear that?